പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് പലതും പങ്കുവെക്കുവാനുണ്ട്. സ്വർഗത്തിൻ്റെ ദൂതുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി പുതിയൊരു അഭിഷേകത്തിലേക്കും ഉണർവിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ടോക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയങ്ങളിൽ ശാലോം ശുശ്രൂഷയായ ഗ്ലാഡിസ് NC-യിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ അടുത്തേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു നിമിഷം ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് കണ്ണുകളടയ്ക്കാം. ഈ നിമിഷങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇവിടെയുണ്ട്. നീ ആയിരിക്കുന്ന ഈ വചന കൂടാരം, നീ ആയിരിക്കുന്ന ഇടം, അതെവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നുണ്ട്. നമുക്കൊരു നിമിഷം ഹൃദയപൂർവ്വം ഒന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കരങ്ങളൊന്ന് സാവധാനമൊന്ന് ശാന്തമായിട്ട് ഉയർത്തി, ഈശോയെ, അങ്ങയൊന്ന് കാണുവാൻ, അങ്ങയുടെ സ്വരമൊന്ന് കേൾക്കുവാൻ, അങ്ങയുടെ ഹിതമൊന്ന് അറിയുവാൻ ഈ രാത്രിയിൽ എന്നെ ഒന്ന് സഹായിക്കണമേ. അങ്ങയുടെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് നൽകണമേ. നമുക്ക് സ്നേഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ രൂപം നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ ദർശിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറന്ന്, ബാഹ്യനേത്രങ്ങൾ അടച്ച് ആന്തരിക നേത്രങ്ങളെ തുറന്ന് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുമെങ്കിൽ കരങ്ങളൊന്ന് തുറന്ന് പിടിച്ച് ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രാത്രിയിൽ നമ്മെ സന്ദർശിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഈശോയെ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ മേലെ കരുണ കാണിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരാം. എപ്പോഴും കർത്താവിന് നന്ദി പറയുന്ന ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കൂപ്പി അമ്മയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഈശോയുടെ സന്നിധിയിലിരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ വേദനകളുമൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം ആ കാര്യത്തിൽ ഇടപെടുന്നവനാണ്. ശാലോമിൻ്റെ നൈറ്റ് വില്ല് ശുശ്രൂഷയിലേക്ക് അനേക ഫോൺ കോളുകൾ ഓരോ മാസവും കടന്നു വരും. അതുപോലെ കത്തിലൂടെ മെയിലിലൂടെ ഒക്കെ പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. ഒത്തിരി മക്കള് അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, തക്ക സമയത്ത് കർത്താവ് ഇടപെട്ടു. ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായി ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന മൂലം വിഷമിച്ചു,
പ്രാർത്ഥന ചോദിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഇടപെടുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ചിലരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, സഹോദര സഹോദരി, ഞാൻ ഏറെ നാളുകളായി ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്ഥലമൊന്ന് വിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹമൊന്ന് നടക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിൽ ദൈവമൊന്ന് ഇടപെടാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കായി ഞാൻ പലതവണ ഇങ്ങോട്ട് പ്രാർത്ഥന ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ തന്നെയും ഒത്തിരി നാളുകളായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടാത്തത്? പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യാ 58:9, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. വീണ്ടും യെശയ്യാ 65:24 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. യെശയ്യാ പ്രവചനം 59:1 പറയുന്നു, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന, വിളിക്കും മുൻപേ നമുക്ക് ഉത്തരം തരുന്ന, പ്രാർത്ഥിച്ച് തീരും മുൻപേ അത് കേൾക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മിൽ ചിലരുടെയും അനേകരുടെയും ജീവിതത്തിൽ ഇത്തരമൊരു ചോദ്യം ഉയർന്നു വരുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇനിയും കർത്താവ് ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇതുവരെയും ലഭിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ക്യാൻസർ രോഗം ബാധിച്ച ഒരു സഹോദരനെ കാണുവാനായിട്ട് പോയി. ക്യാൻസറിൻ്റെ ഒരു സീരിയസ് ആയ സ്റ്റേജിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. നേരത്തെ പരിചയമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുവാൻ ഹൃദയത്തിൽ അല്പം ഒരു വിഷമമുണ്ടായിരുന്നു. എങ്ങനെയാണ് സംസാരിക്കുക, എന്താണ് പറയുക എന്നൊക്കെയുള്ള ഒരാകുലതയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കാണുവാൻ പോയി. പക്ഷേ കാണുവാൻ ചെന്നപ്പോൾ തന്നെ ആ വ്യക്തി വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിച്ചു. എഴുന്നേറ്റിരിക്കുവാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം എഴുന്നേറ്റിരുന്ന് വളരെ സന്തോഷത്തോടെ, പ്രസന്ന ഭാവത്തോടെ ഞങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നു, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോഴൊക്കെ മനസ്സിലൊരു ഉത്കണ്ഠയാണ്. എങ്ങനെ ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു തുടങ്ങും, എങ്ങനെ ചോദിക്കും? പക്ഷേ ആ ഉത്കണ്ഠകളെയൊക്കെ മറികടന്നുകൊണ്ട് ആ വ്യക്തി വളരെ വാചാലമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പലതവണ ഞാൻ ധ്യാനം കൂടി, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി, പക്ഷേ രോഗത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. പ്രത്യേക സൗഖ്യങ്ങളൊന്നും എനിക്ക് സംഭവിച്ചിട്ടുമില്ല. അപ്പോഴവസാനം ഇങ്ങനെ പോരുന്നതിന് മുൻപായിട്ട് ഇപ്രകാരം ഇങ്ങനെ ചോദിച്ചു, എന്താ സഹോദര, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണൊരു ഉത്തരം പറയുവാനായിട്ടുള്ളത്? 2 കാര്യങ്ങൾ ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുമുണ്ട്, നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രാർത്ഥന കേൾക്കാത്ത, അല്ലെങ്കിൽ രോഗത്തിനൊരു മാറ്റം വരാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്? എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ 2 കാര്യങ്ങളാണ് ആ സഹോദരൻ പങ്കുവെച്ചത്. ഒന്ന് ഇപ്രകാരമാണ്. ആദ്യത്തെ കാര്യം, ഈ നിശബ്ദതയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കും, ദൈവത്തിൻ്റെ ഒരു വിളി കടന്നു വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഇത് ഒരുക്കത്തിൻ്റെ ഒരു സമയമാണ്.
ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു സമയമാണ്. ഒന്നുകിൽ ഞാൻ നല്ലവണ്ണം ഒരുങ്ങി നിത്യതയിൽ എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും, അതിനുള്ള ഒരു ഒരുക്കം. അല്ല എങ്കിൽ ഈ കാലവിളംബത്തിന് ശേഷം ദൈവം എന്നെ ഈ ജീവിതത്തിൽ തുടരുവാൻ അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേക പ്രാർത്ഥനാ കൂട്ടായ്മകളിലും ധ്യാനങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. വിശ്വാസമുള്ള വ്യക്തിയാ, പ്രാർത്ഥിക്കുന്ന സഹോദരനാ, അനേക പേര് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പക്ഷേ ദൈവം ഒരു താമസം വരുത്തിയിരിക്കുക, അല്ലെങ്കിൽ ദൈവം ഒരു നിശബ്ദത പാലിച്ചിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിലും ഇപ്രകാരം ഒരു നിശബ്ദതയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളെ ഈശോയിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കവിടെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കവിടെ യഥാർത്ഥത്തിലുള്ള ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് നിരാശയില്ലാതെ പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത് അപ്പോഴാണ്. നമുക്കറിയാം, ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈശോ ജോർദാനിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ദൗത്യത്തിനു വേണ്ടി ഇറങ്ങുന്ന ആ സമയം പിതാവിൻ്റെ അംഗീകാരം അവിടെ കിട്ടുകയാണ്. പിതാവിൻ്റെ അംഗീകാരം, പിതാവിൻ്റെ സ്വരം അവിടെ കേട്ടു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സ്വർഗത്തിൻ്റെ അംഗീകാര മുദ്ര പുത്രൻ്റെ മേൽ പിതാവ് കൊടുക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, പിതാവിനോട് ചേർന്ന, സ്വർഗത്തോട് ചേർന്നാണ് ഈശോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രൂപാന്തരീകരണത്തിൻ്റെ വേളയിൽ സ്വർഗത്തിൻ്റെ വീണ്ടും വലിയൊരു ദർശനം, മഹത്വീകരണം അവിടെ സംഭവിക്കുകയാണ്. ഓരോ അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളിലും പിതാവുമായിട്ടുള്ള വലിയൊരു ബന്ധം ഈശോയ്ക്കുണ്ടായിരുന്നു. പിതാവിനോട് പ്രാർത്ഥിച്ച് പിതാവിൻ്റെ ആശീർവാദത്തോടു കൂടി ഈശോ എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോയുടെ ജീവിതം അവസാന കാലത്തേക്ക് വരുമ്പോൾ ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാസയൊന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, സ്വർഗത്തിൻ്റെ ഇടപെടൽ അവിടെ കടന്നു വരുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ഇടപെടൽ കടന്നു വന്ന് മാലാഖയിലൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് ശക്തി കൊടുക്കുന്നു, സ്വർഗം ശക്തി കൊടുക്കുന്നു. കർത്താവ് ഉടനെ പറഞ്ഞു, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ നിശബ്ദതയുടെ സമയങ്ങളായിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളൊന്നും നമ്മളവിടെ കാണുന്നില്ല. ഒരു കുറ്റവും ചെയ്യാതെ പീലാത്തോസിൻ്റെ മുൻപിൽ കുനിഞ്ഞ ശിരസ്സുമായി നിന്നപ്പോൾ അവിടെ ഒരു മാലാഖയും ഈശോയെ ശക്തിപ്പെടുത്തുവാനായിട്ട് കടന്നു വന്നില്ല. കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവ് നടന്നു നീങ്ങിയപ്പോൾ ചാട്ടവാർ അടിയേറ്റ് തൻ്റെ ശരീരത്തിൽ നിന്നും രക്തവും മാംസവും ചീറ്റിത്തെറിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ആരും സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലും ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഈശോയെ കാൽവരിയിൽ കൊണ്ടുപോയി കുരിശിൽ തറച്ചു. 3 ആണികളാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ കിടന്നപ്പോഴും സ്വർഗം ഇടപെട്ടില്ല. എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനും വന്ന് അവിടത്തേക്ക് ഒരിറ്റു ജലം പോലും കൊടുത്തില്ല. അതെ, ഒരു ശൂന്യതയുടെ അനുഭവമായിരുന്നു ഈശോയുടെ ജീവിതത്തിലും. ഈശോയുടെ കാൽവരി അനുഭവം നമുക്കറിയാം, ഒരു നിശബ്ദതയുടെ സമയമായിരുന്നു. എന്നാൽ ഈ നിശബ്ദതയ്ക്ക് ശേഷം ഇതാ 3-ാം നാൾ വിജയശ്രീ ലാളിതനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തി. അവിടുത്തെ മഹത്വം, അവിടുത്തെ വിജയം ഈശോയുടെ മേൽ സ്വർഗം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു വേദനിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യമാണ് ഇത്. നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, ചിലപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാതെ വരുമ്പോൾ, ചില പ്രതിസന്ധിയുടെ നാളുകളിൽ മുട്ടന്മേൽ നിന്ന് ജപമാലയും കരുണക്കൊന്തയും ചെല്ലിയിട്ടും എന്തേ സ്വർഗം വാതിൽ തുറക്കാത്തത്
എന്തേ എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ അനുവദിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൂന്യതയുടെ മണലാരണ്യത്തിലൂടെ ദൈവം എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത്? ഈ നിശബ്ദതയുടെ നാളുകൾ ഇത് എത്ര നാൾ എൻ്റെ ജീവിതത്തിൽ നീളും? അപ്പോഴൊക്കെ ഈ കുരിശിലേക്ക് നോക്കുവാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. അപ്പോഴൊക്കെ അവിടുത്തെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് വീണ്ടും പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. ആ സഹോദരൻ പറഞ്ഞതുപോലെ ഈ നിശബ്ദതയ്ക്ക് ശേഷം, ഈശോയുടെ ജീവിതത്തിൽ ഈ 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വന്നു. ഈ നിശബ്ദതയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. അതേ, വലിയ പ്രത്യാശ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 40-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് വരികയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിരാശയിലേക്കും അല്ലെങ്കിൽ അതുപോലുള്ള നെഗറ്റീവ് ചിന്തകളിലേക്കും അതിനനുസൃതമായ പ്രവൃത്തികളിലേക്കും ഒക്കെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ ശൂന്യതയുടെ നാളുകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ വഴികളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. എവിടെയെങ്കിലും എനിക്ക് തിരുത്തുവാനുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ഒരുങ്ങുവാനുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ഇനിയും എൻ്റെ വഴികളിലും മാറ്റം വരുത്തുവാനുണ്ടോ? നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ പിതാവിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ ഈ നിശബ്ദതയ്ക്കും ഈ ശൂന്യതയ്ക്കും ശേഷം നിശ്ചയമായും സ്വർഗം നിന്റെ ജീവിതത്തിൽ ഇടപെടും. സ്വർഗം നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ പ്രതിസന്ധികളിലേക്ക് ദൈവം ഒരു വഴി തുറന്നു തരും. നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകരുതേ. പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. പ്രത്യാശയോടെ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ജെറമിയായുടെ പുസ്തകം 17:7 ഇപ്രകാരം പറയുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശൂന്യതയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ വരൾച്ചയുടെ കാലത്തും ഈ പ്രതിസന്ധിയുടെ കാലത്തും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ രോഗി, അദ്ദേഹം വലിയ നിരാശയോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന ആ വ്യക്തികളെ വലിയ പ്രത്യാശയിലേക്ക് തൻ്റെ ജീവിതം കൊണ്ട് ആ വ്യക്തി കൂട്ടിക്കൊണ്ടുവരികയാണ്. തൻ്റെ ജീവിതത്തിൽ ശൂന്യതയുടെ നാളുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദൈവം ഉത്തരം കേൾക്കാത്ത അവസ്ഥയുണ്ട്, ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലിക്കാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യാശ എവിടെയാണ്? ദൈവത്തിലാണ്. മണ്ണിൽ മാത്രം വേരൂന്നിയിരിക്കുന്ന ഒരു വൃക്ഷം മണ്ണിലെ ജലം വറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ ഇലകൾ വാടുവാൻ തുടങ്ങും, അതിൽ വാട്ടം ഉണ്ടാകും. എന്നാൽ വേരുകൾ ജലത്തിലേക്ക് വേരൂന്നിയിരിക്കുന്ന ഒരു വൃക്ഷം വേനൽക്കാലത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ പുതുവർഷത്തിൻ്റെ ആദ്യ നാളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. വചനം പറയുന്നുണ്ട്, പ്രത്യാശ നിന്നെ നിരാശനാക്കുന്നില്ല. വലിയ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും പ്രതിസന്ധികളെയും നിശബ്ദതയുടെ നാളുകളെയും ഈശോയോട് ചേർന്ന് സ്വീകരിക്കുവാനും തരണം ചെയ്യുവാനുമായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തി മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഈ നിശബ്ദതയുടെ നാളുകളിൽ നിശബ്ദമായി ദൈവം നിന്നോട് സംസാരിക്കും. ഈ ശൂന്യതയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ സ്വരം മന്ദമാരുതനിലൂടെ ഏലിയ കേട്ടതുപോലെ നിന്റെ കാതുകളിലേക്ക്, നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കും കടന്നു വരും. അതുകൊണ്ട് എല്ലാ നിരാശയും
എല്ലാ തെറ്റായ ചിന്തകളും, പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നുള്ള എല്ലാ ചിന്താഗതികളെയും ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന പുതിയ ഹൃദയത്തിന് വേണ്ടി ഒരുങ്ങുക. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഇതാ ഞാനൊരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു. ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ ഒരു പുതിയ ഹൃദയത്തോടെ, പുതിയ പ്രത്യാശയോടെ, പുത്തൻ ചിന്തകളുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അണയാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് ഹൃദയത്തെ കർത്താവിന് മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ അങ്ങയിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളും അങ്ങയിൽ എത്തി നിൽക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരം കിട്ടാത്തപ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടില്ല. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടില്ല. എന്നാൽ ഈ നിമിഷങ്ങളിൽ കർത്താവ് പറയുകയാ, പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ കണ്ണുനീരും നിന്റെ വേദനയും നിന്റെ നിരാശയും എല്ലാം എൻ്റെ പക്കലേക്ക് ഉയർത്തുക. നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ സമാധാനിപ്പിക്കുന്ന, നിനക്ക് ഐശ്വര്യമായ ഭാവി നൽകുന്ന നിന്റെ ദൈവം നിന്റെ സമീപത്തുണ്ട്. നിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് നീ മുഖമുയർത്തി നിന്റെ ദൈവത്തിങ്കലേക്ക് നോക്കുക. ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. ഈ സഹനങ്ങൾക്കപ്പുറം, ഈ നിശബ്ദതയ്ക്കപ്പുറം, ഈ ശൂന്യതകൾക്കപ്പുറം നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ പരാജയങ്ങളെയും, എല്ലാ വേദനകളെയും, കണ്ണുനീരെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. നിനക്ക് വേണ്ടി ഇനിയും ഒരത്ഭുതം ചെയ്യുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. നിനക്ക് വേണ്ടി ഇനിയും കാക്കകളെ മേലെയാക്കി, കാക്കകളെയായി ചപ്പം കൊടുത്തതുപോലെ നിനക്ക് വേണ്ടി ഇനിയും അപ്പം നൽകുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്റെ എല്ലാ നിരാശയും കർത്താവിന് കൊടുക്കുക. എന്റെ കണ്ണുനീര് കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശൂന്യതയിലും എന്റെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ, എന്റെ ദൈവത്തിന് മുമ്പിലേക്ക് എന്റെ ചെവികളൊന്ന് തുറന്നു വെക്കുവാൻ, എന്റെ ഹൃദയം ഒന്ന് തുറന്നു വെക്കുവാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശൂന്യതകളും കർത്താവേ ഒന്ന് എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. കണ്ണുകളടച്ച് കർത്താവിനെ കണ്ടുകൊണ്ടൊന്ന് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എല്ലാ വേദനകളും കണ്ണുനീരും കർത്താവിന്റെ മുമ്പിൽ കൊടുക്കുക. യേശു, കരങ്ങളൊന്ന് ഉയർത്തി. യേശു അവനാരിലും വലിയവൻ. കടന്നു പോവുകയില്ല. യേശു, യേശു അവനാരിലും മതിയായവൻ. എനിക്കെന്റെ യേശു മതി. യേശു, യേശു തള്ളിപ്പറയുകയില്ല. അവനാരിലും വലിയവൻ. ഇല്ലായ്മയുടെ സമയത്തും എന്റെ ശൂന്യതയിലും എന്റെ കണ്ണുനീരിലും എന്റെ നിശബ്ദതയുടെ കാലഘട്ടങ്ങളിലും എന്റെ ദൈവം മാത്രം മതി എനിക്ക്.
പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അമ്മ ഈശോയുടെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് കൊടുക്കാം. അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവം കടന്നു വന്നു, ഒത്തിരി ഇല്ലായ്മയുടെ അനുഭവങ്ങൾ കടന്നു വന്നു, ഒത്തിരിയേറെ ശൂന്യതകൾ കടന്നു വന്നു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന അമ്മ, ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന അമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കുവാൻ, നമ്മുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നിരാശപ്പെട്ടു പോകാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.